കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായനാ വാരം ആഘോഷിക്കുകയായിരുന്നു. സ്കൂളുകളിലൊക്കെ അത് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും എന്തിനാണ് ഇങ്ങനെ വായനാ വാരം ആഘോഷിക്കുന്നത്? പുതിയ തലമുറയ്ക്ക് അതേപ്പറ്റി ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. പഴയ തലമുറയ്ക്ക് അവരിലുണ്ടായ ആ ബോധം നിലനിർത്തുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ അത് നടക്കുന്നില്ല. ആ വാരം അവസാനിക്കുമ്പോൾ വായനയും അവസാനിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, മലയാള മനോരമയിൽ കുഞ്ചുകുറുപ്പ് എന്ന ആ കാർട്ടൂൺ പരമ്പരയിൽ ഒരു പരാമർശമുണ്ടായിരുന്നു. ഒരാൾ ചോദിക്കുകയാണ്, ഈ വർഷം വനമഹോത്സവം നമ്മളെവിടെ നടത്തണം എന്ന്. അതിന് ഉള്ള മരം എവിടെ കുഴിച്ചിടണം, അതാണ് ചോദ്യം. അപ്പോൾ കുഞ്ചുകുറുപ്പ് ഉത്തരമായി നൽകുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ കുഴികൾ തന്നെയുണ്ടല്ലോ, അത് മതിയല്ലോ എന്ന്. അതിലൊളിഞ്ഞിരിക്കുന്ന അർത്ഥമെന്താണ്? നമ്മളിങ്ങനെ ദിനങ്ങൾ പലതും ആചരിക്കുമെങ്കിലും അതിനൊരു തുടർ പ്രവർത്തനമില്ല, ഒരു ഫോളോ അപ്പ് ഇല്ല. ആ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വളർന്നു വരികയുള്ളൂ. ഒരു മരം നട്ട് അതിൻ്റെ പടമൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതിന് ശുശ്രൂഷ വേണം. അതില്ലാത്തതാണ് ആ മരം വളരാത്തതിൻ്റെ കാരണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഓരോ ദിനങ്ങൾ ആചരിക്കുമ്പോൾ ഉണ്ടാകുന്നതും. അതിന് ഫോളോ അപ്പ് ഇല്ലാതെ അത് വിസ്മൃതിയിൽ ആണ്ടുപോകും, ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെയും പോകും. ഇത് തുടർന്ന് പോകുന്നതിന് എന്ത് വേണം എന്നുള്ളതാണ്. സ്കൂളിലായിരിക്കുന്നിടത്തോളം കാലം തുടർന്ന് പോകുന്നതിന് ചില മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. അതിൽ ഒന്ന്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ക്ലാസ്സിൽ, ഉദാഹരണത്തിന് 8ാം സ്റ്റാൻഡേർഡിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പുസ്തകം വായിക്കാൻ കൊടുക്കുക. ഒരേ പുസ്തകം, ഒരു 50 കോപ്പി ഉണ്ടെങ്കിൽ എല്ലാവർക്കും എത്തും. ഒരു ക്ലാസ്സിൽ ഒരാഴ്ച, അടുത്ത ആഴ്ച 2ാമത്തെ ക്ലാസ്സിൽ, അടുത്ത ആഴ്ച 3ാമത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഒരു 4 ബാച്ചുള്ള ക്ലാസ്സിൽ 50 പുസ്തകമുണ്ടായാൽ മതിയാകും. ആ പുസ്തകങ്ങൾ മാറി മാറി സർക്കുലേറ്റ് ചെയ്ത് കുട്ടികൾ വായിക്കുന്നു. അവർ അതിനെപ്പറ്റി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ആ മാസത്തിൻ്റെ അവസാനത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു. ക്വിസ് കോമ്പറ്റീഷനാകാം, ഒരു എഴുത്ത് പരീക്ഷ. ഈ ക്വിസ് കോമ്പറ്റീഷൻ എഴുത്ത് പരീക്ഷയുടെ രീതിയിലാകണം. ഇതുമല്ലെങ്കിൽ ആ പുസ്തകത്തെപ്പറ്റി ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, വിമർശനാത്മകമായ ഒരു ആസ്വാദനം എഴുതാനായിട്ട് എല്ലാ കുട്ടികളോടും പറയാം. എന്നിട്ട് ഏറ്റവും നല്ല
ലേഖനത്തിന്, ആസ്വാദനത്തിന് മാർക്ക് കൊടുക്കുക. 1 മാത്രമാക്കണ്ട, 3 4 അല്ലെങ്കിൽ 5 സമ്മാനങ്ങൾ കൊടുക്കാം. 1 2 3 8ാം ക്ലാസ് 4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ എല്ലാവർക്കും പൊതുവായിട്ട് ഒരു സമ്മാനം 1 2 3 3 പ്ലേസുകൾ. ഓരോ ക്ലാസ്സിലെയും ടോപ്പർക്ക് ഒരു പ്രൈസ്. അങ്ങനെ ഈ കുട്ടികളിൽ വായനാശീലം കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. സമ്മാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി എങ്കിലും അവൻ വായിക്കും. ഇനി അത് ഒരു എസ്സേ എഴുതാനാണ് നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, ഒരു നോവലാണെങ്കിൽ കഥാപാത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ കേന്ദ്ര ആശയം, ഇങ്ങനെ പല ഇതുകൾ കൊടുക്കാം. പലതും ഒരേ പുസ്തകം തന്നെ 8ലും 9ലും 10ലും കൊടുക്കാം. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് വ്യത്യസ്തമായാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഒരു ക്ലാസ്സിൽ കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ 9ാം ക്ലാസ്സിൽ കുറേ കൂടി ഉയർന്നൊരാശയം കൊടുക്കാം. അതിലെ കഥാ അംശത്തെക്കുറിച്ച്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നേച്ചറുകൾ, അതിനെക്കുറിച്ചാവാം. അതുമല്ലെങ്കിൽ ഈ കഥയെ വേറെ ഏതെങ്കിലും ഒരു കഥയുമായി താരതമ്യപ്പെടുത്താനായിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഉയർന്ന ലെവലിലേക്ക് വരികയാണ്. ഒരേ പുസ്തകം തന്നെ എല്ലാ കുട്ടികളെയും ടെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ഒരു സ്കൂളിൽ 8ാം സ്റ്റാൻഡേർഡിൽ 200 പേരുണ്ടെങ്കിൽ 200 പുസ്തകം വാങ്ങിയാൽ മതിയാവും. ഇത് അസാധ്യമായ കാര്യമൊന്നുമല്ല. മാനേജ്മെൻറ്റിന് ഒരു കോൺട്രിബ്യൂഷൻ എടുക്കാം. റിച്ച് മാനേജ്മെൻ്റ് ആണെങ്കിൽ ആ മാനേജ്മെൻറ്റിന് തന്നെ ചെയ്യാം. അല്ല, അധ്യാപകർക്ക് ഏതാനും കോപ്പികൾ സ്പോൺസർ ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് സ്പോൺസർ ചെയ്യാം. അങ്ങനെ ഒരു 200 പുസ്തകം സംഘടിപ്പിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഓരോരുത്തർ പണം കളക്ട് ചെയ്യുന്നത്. ഒരു പാട്ട് കച്ചേരി, അല്ലെങ്കിൽ ഒരു ഡ്രാമ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് അധികവും ഭക്ഷണമേളകളാണ്. സ്കൂളുകളിൽ ഭക്ഷണമേള സംഘടിപ്പിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ കുട്ടികൾ ഭക്ഷണത്തിൻ്റെ പിന്നാലെയാണ്. അവർ ഈ ഭക്ഷണമേള സ്കൂളിലും കൂടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ കൂടുതൽ ആസക്തിയുള്ളവരായി തീരുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടി എത്രമാത്രം പണമാണ് ചെലവഴിക്കുന്നത്. എന്തുകൊണ്ട് ഒരു പുസ്തകമേള സംഘടിപ്പിച്ചുകൂടാ? പുസ്തകമേളയിൽ കുട്ടികൾ ഓരോ ദിവസവും ഓരോ പുസ്തകം കൊണ്ടുവരുന്നു. നമുക്ക് നേരത്തെ നിർദ്ദേശം കൊടുക്കാം. ഇന്ന പുസ്തകം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കാം. നല്ല പുസ്തകങ്ങൾ മാതാപിതാക്കൾ നോക്കി കൊടുക്കാം, അല്ലെങ്കിൽ നോക്കി സജസ്റ്റ് ചെയ്യാം. അധ്യാപകർ നോക്കി സജസ്റ്റ് ചെയ്യാം. നല്ല പുസ്തകങ്ങളാണ് വേണ്ടത്. ഞാൻ വിജയഗിരി സ്കൂളിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റി. ഒരു ഗാർഡിയൻ ഏതാനും പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്തു. ഞാനത് വായിച്ചു നോക്കിയില്ല. ഞാനത് പക്ഷേ ഒരാളെ കൊണ്ട് വായിച്ച് നോക്കിപ്പിച്ചുമില്ല. അതെനിക്ക് വന്ന അബദ്ധമാണ്. കിട്ടിയ പുസ്തകം ഞാൻ ലൈബ്രറിയിലേക്ക് കൊടുത്തു. ലൈബ്രറിയിൽ ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകങ്ങൾ എടുത്ത് വായിച്ച ചില അധ്യാപകർ എൻ്റെ അടുത്ത് പറഞ്ഞു,
ഇതിൽ മോശമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഏത് നോവലെടുത്താലും അതിൽ ഒരു ബലാത്സംഗം, ഒരു ബലമില്ലാത്ത സംഘം, ഒരു കൊലപാതകം, ഇങ്ങനെ ഒരു പീഡനം, അങ്ങനെ പല വിധത്തിലുള്ള തിന്മകൾ ഉണ്ടാകും. ഈ തിന്മകൾ സമൂഹത്തിൽ നടക്കുന്നതല്ലേ, അത് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അതൊന്നും പുസ്തകങ്ങളിൽ അവതരിപ്പിച്ചോട്ടെ, നമ്മൾ വായിച്ചോളണമെന്നില്ലല്ലോ. അവതരിപ്പിക്കേണ്ടെന്നൊന്നും നമ്മൾ പറയണ്ട. അവരവരുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അത് നമുക്ക് ദ്രോഹമാകരുത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അയാളെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് തടയുകയല്ല ചെയ്യണ്ടേ. നമ്മൾ അതേക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നല്ലതല്ല എന്ന് കണ്ടാൽ ആ പുസ്തകം വായിക്കാതിരിക്കുക. എപ്പോഴും ഒരു പുസ്തകം വായിക്കുന്നതിന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരെങ്കിലും അത് വായിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതായിരിക്കണം. പത്രങ്ങളിലൊക്കെ പുസ്തകങ്ങളുടെ നിരൂപണങ്ങൾ വരും. പ്രസാധകർ നിരൂപകർക്ക് അയച്ചു കൊടുക്കും. ആ നിരൂപണം വായിച്ചാൽ, പത്രങ്ങളിൽ വരുന്ന നിരൂപണം വായിച്ചാൽ നമുക്ക് ആ പുസ്തകത്തിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് അത് രണ്ടും തിരിച്ചറിയാൻ കഴിയും. എന്നിട്ട് അതിന് ശേഷം മാത്രമേ ഒരു പുസ്തകം നമ്മുടെ ലൈബ്രറിയിലേക്ക് വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഈ പുസ്തകങ്ങൾ ശേഖരിക്കുന്ന വിധമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ശേഖരിച്ച് കുട്ടികൾക്ക് വായിക്കാൻ കൊടുത്തു. അത് ക്വിസ് രൂപത്തിലാകാം, ലേഖന രൂപത്തിലാകാം. ഇതൊക്കെ നമ്മൾ ചെയ്യുക. കുട്ടികളിൽ സ്ഥിരമായി ഓരോ മാസവും ഓരോ പുതിയ പുസ്തകം ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ആ പുസ്തകങ്ങളുടെ യൂട്ടിലിറ്റി കൂടി നമ്മൾ നോക്കണം. ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വിദ്യാർത്ഥിക്ക് ഏറ്റവും ഉപകാരപ്രദമായത് എന്തായിരിക്കും? ആ വിഷയം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പം ലേഖനങ്ങൾ, അതിൽ നേരത്തെ പറഞ്ഞ പോലെ അപകടങ്ങളുണ്ടാവില്ല. അവിടെ ആശയങ്ങൾ അത് നമ്മൾ മുഴുവൻ സ്വീകരിച്ചോളണമെന്നില്ല. തെറ്റായ ആശയങ്ങളുണ്ടാവാം. എഴുതുന്ന ആൾക്ക് ശരിയെന്ന് തോന്നിയ ആശയം ശരിയായിക്കൊള്ളണമെന്നില്ല. അത് സമൂഹത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റാണോ, സമൂഹത്തിലേക്കൊരു പോസിറ്റീവ് എനർജിയാണോ കൊടുക്കുന്നത്, എപ്പോഴും ആയിക്കൊള്ളണമെന്നില്ല. നെഗറ്റീവ് എനർജി കൊടുക്കുന്ന ആശയങ്ങളൊക്കെ ലേഖനങ്ങളിലുണ്ടാകാം. എങ്കിലും ലേഖനങ്ങളാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ആശയങ്ങൾ അതിലുണ്ടാവും. പല വിഷയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടാവും. ഒരു വിദ്യാർത്ഥിക്കും ആവശ്യമായിട്ടുള്ളത് ഒരുപാട് ആശയങ്ങളാണ്. അവൻ പഠിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ് അവന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുക. വായിക്കാൻ കൊടുത്താൽ മാത്രം പോരാ, അവൻ വായിച്ചു എന്ന് ഉറപ്പ് വരുത്താനുള്ള മാർഗമാണ് അവനിൽ നിന്ന് ഫീഡ്ബാക്ക്, ആ പുസ്തകത്തെക്കുറിച്ച് ഫീഡ്ബാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇതുപോലെ ഒരു പണിയാണ് നിങ്ങൾ വായിച്ച ഏറ്റവും നല്ല പുസ്തകം. അപ്പോൾ നമ്മൾ പുസ്തകം റെസ്ട്രിക്റ്റ് ചെയ്യില്ല. അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാം. ആ പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. ഞാൻ ഓർക്കുന്നു 1956 ഞാൻ തേവര കോളേജിൽ ചെന്നപ്പോൾ ആദ്യത്തെ വിഷയം, ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ, മലയാളം എസ്സേ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിയിലാണ്.
പ്രീ യൂണിവേഴ്സിറ്റിക്കാരും ഫസ്റ്റ് BSc, സെക്കൻഡ് BSc, തേർഡ് BSc, ഈ 4 പേർക്കാണ് പരീക്ഷ. അത് എസ്സേ കോമ്പറ്റീഷൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എന്നായിരുന്നു. ഞാനന്ന് രണ്ടിടങ്ങഴി എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് എഴുതിയത്. എനിക്ക് 2ാം സമ്മാനം കിട്ടുകയുണ്ടായി. 1ാം സമ്മാനം തേർഡ് BA മലയാളം പഠിച്ചിരുന്ന മിസ്റ്റർ O. ലൂക്കോസിനാണ്. അപ്പോൾ അവിടെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വായിക്കുന്നു. ആ വായനയിലൂടെ അവൻ എത്രമാത്രം വളർന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു ടെസ്റ്റാണിത്. ഇതൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ നടത്തിയാൽ പോരാ. അന്ന് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ കൊല്ലത്തിൽ ഒരെണ്ണേ ഉണ്ടായുള്ളൂ. അത് ആനുവൽ ഡേക്ക് സമ്മാനം കൊടുക്കാനുള്ള ഒരു മത്സരമാണ്. ആനുവൽ ഡേക്ക് മുമ്പ് ഇത്തരം മത്സരങ്ങളുണ്ടാവും. അത് പോരാ, എല്ലാ മാസത്തിലും ഇത്തരമൊരു മത്സരം വേണം, എല്ലാ ടേമിലെങ്കിലും വേണം. അപ്പോൾ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 മത്സരങ്ങളിൽ പങ്കെടുക്കും. ഒരു 5ാം ക്ലാസ് തൊട്ടാവാം ഈ മത്സരങ്ങൾ. അതിൽ താഴെ ഇത്തരം മത്സരങ്ങളല്ല നല്ലത്. 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ആകുമ്പോഴേക്കും അവനൊരു 10-20 മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. വായന അവൻ 20-25 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിൽ ചിലതൊക്കെ നമ്മൾ കൊടുക്കുന്ന പുസ്തകമായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ, കുട്ടികൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ കുറേയുണ്ട്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരച്ഛൻ മകൾക്കയച്ച എഴുത്തുകൾ. അത് നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച എഴുത്തുകളുടെ രൂപത്തിലാണ് അത് വന്നത്. അത് ഇന്ത്യയുടെ ചരിത്രം മാത്രമല്ല, മാനവകുലത്തിൻ്റെ ചരിത്രം തന്നെ നെഹ്റുവിൻ്റെ വീക്ഷണത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ വീക്ഷണം മുഴുവൻ ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ആ മകൾ ഇന്ദിര ഒരു വിശ്വ പൗരയായി തീർന്നത് അതിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വലിയ കാഴ്ചപ്പാട് അതിലൂടെ അവർക്ക് കിട്ടുകയാണ്. നെഹ്റു ജയിലിലാണ്, മകളെ എന്നും കാണാൻ കഴിയില്ല. ആ അവസരത്തിൽ മകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നത് ഈ എഴുത്തുകളിലൂടെയാണ്. ഗാന്ധിജിയുടെ പുസ്തകം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഇതൊക്കെ എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് കമ്പൽസറി ആയിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ഒരു പുസ്തകം നമ്മൾ കൊടുക്കുന്നത്. മറ്റത് അവർക്ക് ഓപ്ഷണൽ റീഡിങ്. ഇതൊക്കെ നമ്മുടെ സ്കൂളുകളിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരു നല്ല സാഹിത്യ വിമർശകനെ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു നോവൽ കൊടുത്തു, ആ നോവൽ വായിച്ച് അതിനെക്കുറിച്ചൊരു വിമർശനം എഴുതാനായിട്ട് ഒരു മത്സരം കൊടുത്താൽ എല്ലാവരും ഒന്നും നന്നായി എഴുതിയെന്ന് വരില്ല. പക്ഷേ ചില കുട്ടികളിലെങ്കിലും നമുക്ക് ഒരു അഗ്നിസ്ഫുലിംഗം ഇട്ടുകൊടുക്കാൻ പറ്റും. അത് വളർന്ന് വളർന്ന് വലിയ ഒരു അഗ്നികുണ്ഡമായി മാറാം. ഒരു നല്ല വിമർശകനെ കിട്ടാം. അയാളൊരു വിമർശന മത്സരമാണ്, എസ്സേയാണ്, ലേഖനമാണ് നമ്മൾ എഴുതേണ്ടത് എന്നറിയുമ്പോൾ ആ കുട്ടി ആ നോവൽ മാത്രമല്ല വായിക്കുക, ആ നോവൽ പോലെ വേറെ നോവലുകൾ കൂടി വായിച്ചിട്ടായിരിക്കും അയാൾ എഴുതുക. ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള വിമർശനങ്ങൾ അയാൾ വായിച്ചോളും. അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അവൻ അതൊക്കെ ചെയ്തോളും. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു തീപ്പൊരിയാണ്. ആ തീപ്പൊരി
ഇങ്ങനെ ചുറ്റുമുള്ള ഒക്കെ തീ പിടിപ്പിച്ച് നല്ലൊരു അഗ്നികുണ്ഡമാക്കി മാറ്റും. നല്ല ചൂടും വെളിച്ചവും പുറത്തേക്ക് കൊടുക്കുന്ന അഗ്നികുണ്ഡമാക്കി മാറ്റും. ഞാൻ അഗ്നികുണ്ഡത്തിനെ ചാമ്പലാക്കുന്ന ഒരു ഡിവൈസായിട്ടല്ല കാണുന്നത്. തീക്ഷ്ണമായ പ്രകാശവും ചൂടും പുറത്തേക്ക് കൊടുക്കുന്ന ഒരു അഗ്നികുണ്ഡമായിട്ട് അവൻ ഒരു ഭാഷയ്ക്കൊരു മുതൽക്കൂട്ടാകും, സ്കൂളിനൊരു മുതൽക്കൂട്ടാകും. ഇങ്ങനെ എല്ലാവരെയും ഒന്നും വളർത്തിയെടുക്കാൻ കഴിയില്ല. ഒരു സ്കൂളിൽ നിന്ന് ഒരാളെയോ രണ്ടാളെയോ ഒക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ഭാവിയിൽ നമ്മളുടെ സ്കൂള് ആ വ്യക്തികളിലൂടെ ലോകമെങ്ങും പ്രസരിക്കും. നമ്മുടെ സ്കൂൾ ഇൻ്റർനാഷണലാവും. അവൻ അമേരിക്കയിൽ ചെല്ലും, അവനിടയ്ക്ക് സ്കൂളിനെ പറ്റി പറയും. അവൻ ഇംഗ്ലണ്ടിൽ ചെല്ലും. അതാണ് ഇൻ്റർനാഷണൽ ആകുക എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ അധ്യാപകർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു പണിയാണത്. സ്കൂളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണത്. ഇത് പലരും കാണുന്നില്ല, ഈ പോസിബിലിറ്റി. ഞാൻ 2-3 സ്കൂളുകൾ നടത്തുന്നു. എന്തൊരു തലവേദനയുള്ള കാര്യമാണെന്നറിയാമോ? പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് വേറെ ആർക്കും കഴിയില്ല. സ്കൂളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ, അധ്യാപകർക്ക് മാത്രമേ കഴിയുള്ളൂ. നെഹ്റുവിനെ പോലെയുള്ള അച്ഛന്മാർക്ക് കഴിയും മക്കളെ വളർത്തിയിട്ട്. പക്ഷെ ആ വ്യക്തി ഒരു മകളെ വളർത്തുന്നത്. ഇതങ്ങനെയല്ല. ആയിരക്കണക്കിന് മക്കളെ വളർത്താനുള്ള ഒരു വലിയ വേദിയാണ് സ്കൂള്. അങ്ങനെ ആ സ്കൂളിനെ കാണുന്നില്ലല്ലോ പലരും. ഇതൊരു ധനാഗമ മാർഗമായിട്ടാണ് കാണുന്നത്. എന്തൊരു കഷ്ടമാണെന്നറിയാമോ? ഇത്രയും മഹത്തരമായ മനോഹരമായ ഒരു സംരംഭം വേറെയില്ല. ഇത് ഒരു സുവിശേഷ വേല കൂടിയാണ്, ഒരു സ്കൂള് നടത്തുക എന്നുള്ളത്. അതിനെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ പറയും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിനെക്കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തണം. ഈ സ്കൂള് ഒരു കച്ചവട സ്ഥാപനമാണോ അതോ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണോ എന്ന് നിങ്ങൾ കണ്ടെത്തണം. അത്തരത്തിൽ പ്രതിഭകളെ വാർത്തെടുക്കുന്ന സ്കൂളുകൾ ഉണ്ട് എങ്കിൽ അവിടെ വേണം നിങ്ങളുടെ മക്കളെ അയക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ ഒരു സെലക്ഷൻ നടത്തുന്നുണ്ട്, മാതാപിതാക്കളൊരു സെലക്ഷൻ നടത്തുന്നുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായും ആ സ്കൂളിലെ മാനേജ്മെൻറ്റ് അതിൽ താല്പര്യം കാണിക്കും. ആ സ്കൂളിലെ കുട്ടികൾ ധാരാളമായി വന്ന് ചേരും. ഇതൊക്കെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡുകളായിട്ട് കാണുകയാണ്. വായന എന്ന് പറയുന്നത് വലിയ ഒരു ബൃഹത്തായ ഒരു മേഖലയാണ്. അതിലെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന് സ്പർശിച്ചത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഈ എപ്പിസോഡുകൾ ഉപയോഗിക്കും.